സാത്താൻ ഭീകരനല്ല. ഫാദർ, ഹൂ ഈസ് ദിസ് സാത്താൻ? നീ തന്നെയാണ് സാത്താൻ. എടാ, നിന്റെ സാത്താൻ നീ തന്നെയാണ്. സൈലൻസ്. മനുഷ്യരെ അല്ല, മനുഷ്യന്റെ യുക്തിബോധത്തെയാണ് മതങ്ങൾ സാത്താൻ എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ മതങ്ങൾ ഭയക്കുന്നതും ഈ യുക്തിബോധത്തെയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യുക്തി കൊണ്ടാണ് കുർബാന ദർശിക്കുന്നതെങ്കിൽ അച്ഛൻ രാവിലെ കുറച്ച് പുളിച്ച അപ്പവും വീഞ്ഞെടുത്ത് അകത്താക്കുന്നു. ഇനി അതല്ല, ഭക്തി കൊണ്ടാണ് നിങ്ങൾ കുർബാന കാണുന്നതെങ്കിൽ അത് യേശുവിന്റെ തിരുശരീരവും തിരുരക്തവുമാകുന്നു. യുക്തി തന്നെയാണ് സയൻസ്. പോക്കെടുത്തിട്ടാ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അതായത് ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമല്ല, അപ്പൊ ഈശ്വരന്റെ ജാതി എന്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുളിക്കടവിലും കുമ്പസാരക്കൂട്ടിലും ഒളിഞ്ഞു നോക്കി എല്ലാം ഒളിഞ്ഞു നോക്കാൻ ത്വരയുള്ള ചില ലോഹയിട്ട ചാരന്മാർ എനിക്കും ഈ സെമിനാരിക്കും നിത്യ കുരിശായി ഇവിടെ നിന്ന് കറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എന്താച്ചോ പൊടി ചുക്കിലി കുരിശോ? അച്ഛനോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് കുരിശെന്നല്ലെന്ന്. ഐ ആം കുഷ് പോൾ. ഫാദർ കുഷ്. നടുക്കുന്നൊരു അക്ഷരം വെട്ടിക്കളഞ്ഞോണ്ടൊന്നും കുരിശ് കുഷാവൂല. ഓ, കർദിനാൾ പിതാവ് അറിഞ്ഞിട്ട പേര് തന്നെ. കുഷ് കുരിശ്, കുരിശ് കുഷ്. കുഷ് പോയാ? അച്ഛനെ രക്തച്ഛൻ വിളിക്കുന്നു. ഓ, എന്ത് പറ്റിയച്ചോ? വായുകോപ. എന്ത് വായുകോപ? കാലത്തെ പോത്തും കോഴിയൊക്കെ എടുത്ത് വിഴുങ്ങുമ്പോ ആലോചിക്കണേ, ഇതിന്റെ പേര് വായുകോപം എന്നല്ല, ദൈവകോപം എന്നാ. ഒരു കുഷച്ചൻ. സെന്റ് ഫ്രാൻസിസ് അസീസി ഇങ്ങോട്ട് പഠിപ്പിച്ചു തീർന്നില്ല. ഡോണ്ണ പൂട്ടിയിട്ടിരിക്കണ ഇരിപ്പ് കണ്ടില്ലേ തെണ്ടി. അച്ചോ, അച്ഛനെന്നെ വിളിച്ചു എന്നാ ദുഷിച്ച കുഷച്ചൻ പറഞ്ഞു. എന്താണാവോ കാര്യം? ആ ഡോണ്ണ എത്രയും പെട്ടെന്നൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. പെട്ടെന്നൊരു കൗൺസിലിംഗ് കൊടുത്താൽ അത്രയും നല്ലത്. എന്താ അഭിപ്രായം? ഓഹോ, അത് ശരി. അപ്പൊ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി അച്ഛനെ തല്ലിക്കൊല്ലണം, അതാണ് പ്ലാൻ അല്ലേ? വേണ്ട അച്ഛോ, ദേ ഞാൻ ആദ്യം അവന്റെ തലക്ക് പിടിച്ചൊന്ന് കുമ്പസാരിപ്പിച്ച് നോക്കട്ടെ, എന്നിട്ട് മതി അച്ഛന്റെ കൗൺസിലിംഗും ട്രീറ്റ്മെന്റും ഒക്കെ. ഹലോ, എടാ ഒബ്രോൺ മാളിൽ കിട്ടില്ലെങ്കിൽ ഗോൾഡ് സൂക്കിപ്പോ.